കോഴിക്കോട് അഴിയൂരിൽ കാറിന് തീ പിടിച്ചു. ഡിവൈഡറിൽ ഇടിച്ച് തീ പടരുകയായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് കുഞ്ഞിപ്പള്ളിയിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. ഷഹദ്, ഈ വാഹനത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അവരുടെ സ്ഥിതി എന്താണ്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഈ കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമല്ല. ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ അവരോട് അത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കോഴിക്കോട് അഴിയൂരിന് സമീപം തലശ്ശേരി മാഹി ബൈപ്പാസിൽ കക്കടവിലാണ് ഈ കാറ് ഡിവൈഡറിൽ ഇടിക്കുകയും പിന്നീട് തീ കത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ ഇത്തരത്തിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് മാഹി, അതുപോലെ തന്നെ വടകര എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കുകയായിരുന്നു. തീ നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവരുടെ പരിക്കുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത കുറെ കൂടി കൈവരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് വരും മണിക്കൂറുകളിലെ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KL 13 P7227 എന്ന് പറയുന്ന കാറാണ് കത്തി നശിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കാറിലുണ്ടായിരുന്ന 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഈ വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്കൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് തലശ്ശേരിയിൽ നിന്ന് കുഞ്ഞിപ്പള്ളിയിലേക്ക് വരികയായിരുന്ന ഈ വാഹനം ഡിവൈഡറിൽ ഇടിച്ച് കത്തിയത്. അതിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.